ഓഗസ്റ്റ് 16-ാം തീയതി ശുശ്രൂഷയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെ ഉള്ള തിരുവചനങ്ങൾ. കർത്താവ് കടലിൻ്റെ മുകളിലൂടെ, വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്നതാണ് ഇന്നത്തെ സുവിശേഷം. അത് കണ്ട് ശിഷ്യന്മാർ പേടിക്കുന്നുണ്ട്. എന്താണ് കർത്താവ് ഈ സുവിശേഷത്തിലൂടെ നമ്മളോട് അരുളി ചെയ്യുന്നത്? കടലിൻ്റെ മേലെ നടന്ന് വലിയ അഭ്യാസിയാണ് കർത്താവ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. കർത്താവ് പ്രകൃതിയുടെയും നാഥനാണ്. പ്രകൃതിയേക്കാൾ ശക്തിയുള്ളവനാണ് കർത്താവ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രകൃതി ചിലപ്പോൾ ഒരുപക്ഷെ ശോഭിക്കും. ഈ ദിവസങ്ങളിൽ നമ്മളത് കാണുന്നതാണ്. പ്രകൃതി വളരെ ശക്തിയുള്ളതാണ്. പ്രകൃതിയുടെ മുമ്പിൽ മനുഷ്യന് ഒന്നുമല്ല. വലിയ വെള്ളപ്പൊക്കം വരുമ്പോൾ മനുഷ്യൻ ഒലിച്ചു പോവുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് മനുഷ്യനൊന്നും ചെയ്യാനില്ല. അപ്പം പ്രകൃതി വളരെ ശക്തിയുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി കടലിൻ്റെ മുകളിൽ കൂടെ നടന്നു എന്ന് പറയുമ്പോൾ അതിനുപരിയാണ് ഈശോയുടെ ശക്തി എന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് നമുക്ക് ആവശ്യം. എല്ലാത്തിനും ഉപരി കർത്താവിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുവാൻ, പ്രകൃതി പോലും കർത്താവിൻ്റെ കാൽക്കീഴിൽ വരുന്ന ഒരു അനുഭവം ഇന്നത്തെ സുവിശേഷം നമുക്ക് പങ്കുവയ്ക്കുമ്പോൾ നമുക്കതിന് സാധിക്കട്ടെ. പ്രകൃതിയുടെ നാഥൻ കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ. സാധുനാഥ നമ്മെ സഹായിക്കും.